ഇപ്പം നമ്മൾ വേളാങ്കണ്ണിയിലാണ്. പള്ളിയിൽ ഇപ്പോൾ അച്ഛൻ്റെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കണുള്ളൂ. മാതാവിൻ്റെ എന്താ പ്രദക്ഷിണോ അങ്ങനെ എന്താണ്ട് ഇപ്പോൾ ഉണ്ടാവുന്ന പറഞ്ഞത്. ഇപ്പം തന്നെ ഗേറ്റൊക്കെ അടയ്ക്കും. ആൾക്കാർ ഇപ്പം അതിന് വേണ്ടിയിട്ട് വന്ന് തുടങ്ങിയിട്ടുള്ളൂ. പ്രദക്ഷിണം സ്റ്റാർട്ട് ചെയ്യണേക്ക് മുമ്പ് എന്തോ കുമ്പസാരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും കുമ്പസാരിക്കാൻ പോവാണ്. അത് ആ പള്ളി ഏതാണെന്ന് നോക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കാൻ പോവാണ്. കുമ്പസാരിപ്പിക്കുന്ന പള്ളി ഇവിടെ എവിടെ അടുത്താണെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുമ്പസാരിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കുമ്പസാരിക്കാൻ റെഡിയായിട്ട് പോവാം. കുമ്പസാരിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്രദക്ഷിണം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പ്രദക്ഷിണത്തിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെയാണ് കേട്ടോ. ഇതിൻ്റെ സ്ട്രെയിറ്റ് പോകുന്ന പള്ളിയിൽ എന്തോ ആണ് കുമ്പസാരിപ്പിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഏരിയയിലുള്ള സംഭവങ്ങൾ കാണിച്ചു തരാം. അമ്മി കുമ്പസാരിക്കണുണ്ടോ? അമ്മി കുമ്പസാരിക്കണുണ്ടോ? കുമ്പസാരിക്കണം. ഞാൻ കുമ്പസാരിച്ചിട്ട് എന്നെ കൂടി കുമ്പസാരിപ്പിക്കണം. കാലങ്ങളായി കുമ്പസാരിച്ചിട്ട് പറ. 7 മാസം കുമ്പസാരിച്ചാണ്. കുമ്പസാരിച്ചിട്ട് 7 മാസം. ഞാൻ 1 വർഷം കണ്ട്. ഇതാണ് കേട്ടോ ഈ ഏരിയയിൽ എങ്ങാണ്ടാണ് കുമ്പസാരം. പപ്പയ്ക്ക് അറിയാം. പപ്പ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. ഇവിടെ എന്തോ ഒരു ഇപ്പോൾ ഈ ഇടയിൽ പുണ്യാളനായിട്ടുള്ള ആ ഒരു രൂപം വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇത് ന്യൂസിലൊക്കെ മാത്രം കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഞാൻ ഇവിടെ ആദ്യമായിട്ട് കാണുന്നത്. ഒന്നകത്തേക്ക് കയറാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ പോയി കാണാം. ഇവിടെ ഫുള്ള് കിളികളുടെയൊക്കെ സൗണ്ടാണ്. ഫുള്ളൊരു ഗാർഡൻ സെറ്റപ്പാണ് ഇവിടെ ഫുള്ള് ചെയ്തേക്കണം. കിളികളുടെ സൗണ്ട് പറഞ്ഞാൽ എൻ്റെ സൗണ്ട് എങ്ങനെയാണ് കേൾക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. മമ്മി വിളിക്കുന്നുണ്ട്. ഇവിടെ എന്തോ കൺഫ്യൂഷൻ നടക്കുന്നത്. കുമ്പസാരം നടക്കുന്ന ഈ ഏരിയയിലാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇത് ആരാധന നടക്കുന്ന സ്ഥലം. പള്ളിയുടെ സ്ട്രെയിറ്റ് ഓപ്പോസിറ്റായിട്ട് ആരാധന നടക്കും. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് കൺഫ്യൂഷൻ നടക്കുന്നത്. അപ്പോൾ എല്ലാ ലാംഗ്വേജിലും ഉള്ള കൺഫ്യൂഷന് വേണ്ടിയിട്ട് പ്രീസ്റ്റ് എല്ലാവരും ഇരിക്കുന്നതായിരിക്കും. അച്ഛന്മാരെല്ലാവരും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ലാംഗ്വേജ് ഏതാണെന്ന് അവിടെ ലാംഗ്വേജിൻ്റെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടോ? ഇത് കണ്ടോ? കാണുന്നുണ്ടോയെന്ന് അറിഞ്ഞൂടാ. ഇവിടെ ഇംഗ്ലീഷിന് കൊടുത്തേക്കുന്നുണ്ടോ? അതുപോലെ തൊട്ടപ്പുറത്ത് തമിഴ്, മലയാളം, ഹിന്ദി എല്ലാം ഉണ്ടോ? അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന ലാംഗ്വേജിൽ അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസാരിക്കാവുന്നതാണ്. ഞാൻ കുമ്പസാരിച്ചിട്ട് വരാം എന്തായാലും. പോയാൽ മതിയല്ലോ.
ഡേ 1. ഇന്ന് എവിടെയൊക്കെ പോയത് അപ്പോൾ ഇവിടെ വന്ന് റൂമൊക്കെ എടുത്ത് നേരെ ഈവനിങ് ആയപ്പോഴേക്കും ഫുഡ് കഴിച്ച് ഈവനിങ് ആയപ്പോഴേക്കും നേരെ പള്ളിയിൽ പോയി. പള്ളി എത്തി. നമ്മൾ കുർബാന പുറത്തുനിന്നുകൊണ്ട് പ്രൊസഷൻ ചർച്ചിന് ചുറ്റും പ്രൊസഷൻ പോയി. പിന്നെ പരിഹാര പ്രദക്ഷിണം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്ന്. പിന്നെ അറിഞ്ഞത് കുർബാന കഴിഞ്ഞിട്ടാണ് പ്രദക്ഷിണം ഉണ്ടാവുള്ളത്. ഭയങ്കര ലേറ്റായി. അതെന്താ കാരണം എന്ന് വെച്ചാൽ എന്തായിരുന്നു, അത് ആദ്യം ലേറ്റായി. ഫസ്റ്റ് ഫ്രൈഡേ ആയതുകൊണ്ടാണ് അത് ലേറ്റ് ആയത്. അല്ലെങ്കിൽ മാതാവിൻ്റെ ഒരു രൂപം വെച്ചിട്ടായിരിക്കും പ്രദക്ഷിണം കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ദിവ്യകാരുണ്യ പ്രദക്ഷിണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് 8 മണി വരെ ആയിരുന്നു കുമ്പസാരം. പക്ഷേ പ്രദക്ഷിണം തീർന്നപ്പോഴേക്ക് 8 മണി കഴിഞ്ഞു. 8 മണി കഴിഞ്ഞതല്ല, 8 മണിയാകുമ്പോൾ 10 മിനിറ്റ് ഉള്ളൂ. പിന്നെ അവിടെ ക്ലോസ് ആയി. അപ്പോൾ ഇതേ സ്ട്രേറ്റ് എല്ലാം കഴിഞ്ഞ് കുറച്ച് സംഭവങ്ങളൊക്കെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ചത് ഇപ്പോൾ സ്ട്രേറ്റ് റൂമിലേക്ക് എത്തി. ഹോട്ടൽ പ്രിയ പാർക്ക്. കീയില്ല, കീ അവരെത്തി.